മല്ലു പേപ്പർ നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കഴിവുണ്ടോടാ? നീ എന്റെ മുന്നിൽ ഇങ്ങോട്ട് വാ. നീ രണ്ടാണോ എന്റെ മുന്നിൽ വാ. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? ഒരു മിഷൻ കണ്ണ് കിട്ടുമോ? മിഷൻ കണ്ണ് നീ ഫ്രണ്ടിലോട്ട് കയറി നിൽക്കണേ. ഇവിടെ ആ ഞെക്കുന്നത് എവിടുന്നാടെ പിഴിഞ്ഞു മറിച്ച് നീയൊക്കെ. അഹങ്കാരിയാണോ? ഒരിക്കലും. ലൈവിലൊക്കെ പോകുമ്പോ തെറി, പച്ചയ്ക്ക് തെറി വിളിക്കും. പൂ കൂട്ടി ആ കുട്ടിയൊക്കെ ഇങ്ങനെ ശരിക്കും നമ്മുടെ താമസിക്കുന്ന വീടിന്റെ നമ്പർ ഇപ്പൊ കിട്ടിയോ? കാരണം മൊത്തത്തിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് രേണു ഇപ്പൊ പോകുന്ന വഴി ഞങ്ങൾക്ക് പിടിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഈ അടുത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടായ? അതെല്ലാരും കണ്ടല്ലോ. ഞാൻ ചെന്നപ്പോഴത്തേനിങ്ങനെ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ പെരുമാറി. ഇതൊന്നും പരാതിയായിട്ട് എടുക്കാൻ പറ്റത്തില്ല സാറേ. ഇത് സത്യം, ഇതൊക്കെ തെറ്റല്ലേ? എന്നെ പഠിപ്പിക്കാൻ വരുവാണോ? ക്യാമറ കാണുമല്ലോ അവിടെ, ചോദിക്കട്ടെ. അവര് കാണിക്കാനുള്ള കാണിച്ചോളാം. ഞാൻ ചേച്ചിമാര് ശരി സാറേ. ആ ഓർമ്മ ദിവസത്തിന്റെ അന്ന് അലൻ ജോസ് പെരേരയോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു. അലൻ ജോസിന്റെ കൂടെ ഞാൻ എവിടെ ഡാൻസ്? ഓർമ്മ ദിവസത്തിൽ വന്ന് വിരുന്നുകാർ മുമ്പിൽ ഡാൻസ് കളിക്കുമ്പോൾ എനിക്ക് പുറകിൽ കൈയും കിട്ടിയത് ഇങ്ങനെ ആസ്വദിക്കുന്നത്, അതാണ് കാണുന്ന ആളുകൾ. അതെന്റെ ഭാഗത്തുനിന്ന് വന്ന വലിയൊരു അബദ്ധമാണ്. സത്യമാണ് ശ്രീ പറഞ്ഞത്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ സ്വന്തം രേണു സുധിയാണ്. രേണു, വെൽക്കം ടു ജാങ്കോ സ്റ്റോറി ബോക്സ്. അതെ, താങ്ക് യു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ ഷോയിലേക്ക് വന്നതിൽ. ഈ പ്രശ്നങ്ങൾ തീർന്നിട്ടുള്ള ഈ ഒരു രേണു ഇല്ലേ ഇനി? പ്രശ്നങ്ങൾ കൂടത്തി വരുന്ന രേണു ആണെന്ന് തോന്നുന്നു. കൂടി വരുന്ന രേണുവാണ്. എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാണ്? എന്നും വിവാദം, എന്താ സംഭവം? അത് തന്നെ എനിക്കറിയില്ല ശ്രീ. എന്നും വിവാദങ്ങളിലൂടെ ജീവിക്കുന്ന ഒരാളായിട്ടാണ് ഇപ്പം ഞാൻ തന്നെ എന്നെ കരുതുന്നത്. ശരിക്കും ഞാൻ ഒരു കാര്യം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് കേൾക്കുന്ന ഒരു കാര്യം, രേണു അഹങ്കാരിയാണോ? ഒരിക്കലുമല്ല. എന്നെ അടുത്തറിയാവുന്ന കുറച്ച് പേരുണ്ട്. എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം ഞാൻ ആരാണെന്നും എന്താണെന്നും. ഞാൻ ഒരു അഹങ്കാരിയല്ല. അഹങ്കാരിക്കാൻ എനിക്കൊന്നുമില്ല. നമ്മളൊരു അഹങ്കാരി ആകണമെങ്കിൽ അഹങ്കരിക്കാൻ ഒന്നുമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ല, ഇന്നും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ രേണു ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയി. എവിടെ നോക്കിയാലും രേണുവിന്റെ വീഡിയോ, രേണു നടന്നു വരുന്നു. ഇപ്പൊ ചുമ്മാ റോട്ടിൽ കൂടി നടന്നാൽ പോലും രേണുവിന് വീഡിയോ എടുക്കാൻ ആൾക്കാരുണ്ട്. അപ്പൊ അഹങ്കരിക്കാൻ കുറെ കാര്യങ്ങളായി. പക്ഷെ എന്നിട്ടും അഹങ്കാരമുണ്ടോ? ഒരിക്കലും ഇല്ല. ഇല്ല, അഹങ്കാരം ഇല്ല. പണ്ടത്തെ ഉണ്ടായിരുന്ന ആളുകളായിട്ട് ഇപ്പൊ സുധിച്ചേട്ടനായിട്ട് അടുത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ, രേണുവിനൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇപ്പൊ കൂടെ നിന്ന ആൾക്കാർ, അവരൊക്കെ ആയിട്ട് ഇപ്പോഴും ബന്ധങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. അവർക്കൊക്കെ എപ്പോഴും ഇപ്പം നമ്മളെ സുധിച്ചേട്ടൻ്റെ കുടുംബം, രേണു എന്ന് പറഞ്ഞിരിക്കാൻ, രേണു മക്കളെന്ന് പറഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അവർക്ക് ബിസി ലൈഫും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. ഒരിക്കലും അവരെ നമ്മൾ കുറ്റം പറയത്തുമില്ല. അവർ ആ സമയങ്ങളിൽ നമുക്ക് ഒരുപാട് ആരും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഒരുപാട് സഹായം ചെയ്തവരൊക്കെയാണ്. അവരെന്നും നമ്മൾ ഓർക്കുന്നു, എന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നും അവരുടെ കൂടെ തന്നെയുണ്ട്. ഓക്കെ, നേരിട്ട് കാണാനോ കോണ്ടാക്ട് ഇല്ലെങ്കിലും അവരൊന്നും ഓർക്കുന്നുണ്ട്. നേരിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും വല്ലപ്പോഴും മെസ്സേജിലൂടെ ഒരു മെസ്സേജ് മതി നമുക്ക്. ഭയങ്കര സന്തോഷമാണ്. അവരോട് നമ്മൾ അവരെ ശല്യം ചെയ്യുമ്പോൾ അവരും ബിസി ഉള്ള ലൈഫ് ഉള്ളവരാണ്. നമ്മളും ഇപ്പൊ ചെറിയ ബിസിയാണ്. ഞാൻ ചെറുതെന്നാ പറയുന്നത്, വലിയ ബിസി ഒന്നുമല്ല. അപ്പം എന്താ പറയാ, അവരുടെ ഒരു വല്ലപ്പോഴും ഒരു മെസ്സേജ് വേണ്ട, അവരുടെ ഓർമ്മകൾ മതിയില്ല. അവർ നമുക്ക് തന്ന സഹായങ്ങളും അവർ നമ്മളെ ആ സമയത്ത് ചേർത്ത് പിടിച്ച ആ ഒരു ഇതൊക്കെ മതി നമുക്ക് മുന്നോട്ട് അവരെ എന്നും ഓർക്കാൻ. ആരെങ്കിലും മനഃപൂർവ്വം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വിട്ടിട്ടുണ്ടോ? മനഃപൂർവ്വം ജീവിതത്തിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി വിട്ടിട്ടുണ്ടോ? രേണു ഒഴിവാക്കി വിട്ടിട്ടുണ്ടോ? ഞാൻ ആരെയും ഒഴിവാക്കി വിട്ടിട്ടില്ല. എന്തിനാണത്? ഒരാളെ അങ്ങനെ ഒഴിവാക്കി വിട്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഓക്കെ, ഈ എന്നും ഇപ്പം വിഷയങ്ങളുടെ കാര്യം ചോദിച്ചിരിക്കുന്നത്, രേണുവിന്റെ അപ്ഡേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ഒരു പുതിയ പരിപാടിയുടെ പൂജയായിരിക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല, ഞാൻ കാണത്തില്ലാണ്. ചിലവരിങ്ങനെ കാണത്തില്ലേ, ഞാൻ ഒന്നും കാണത്തില്ല. ഇല്ല. ആൾക്കാർ പറഞ്ഞുള്ള അറിവ്, എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞുള്ള അറിവാണ് ഇതിനകത്തുനിന്ന് എനിക്കുള്ളത്. ശരിക്കും പ്രതികരിക്കാറുണ്ടോ? ലൈവിലൊക്കെ പോകുമ്പോൾ തെറി, പച്ചയ്ക്ക് തെറി വിളിക്കും. പച്ചയ്ക്ക് തെറി തന്നെ പൂ കൂട്ടി ആ കുട്ടിയൊക്കെ ഇങ്ങനെ ശരിക്കും എന്നെ തെറി വിളിക്കുമ്പോൾ ഞാൻ പ്രതികരിക്കും. അതാണ് എന്റെ ശ്രീ, ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ വിളിക്കണേ? ഇല്ല, എന്റെ വായിന്ന് ഈ എന്താ ചെറ്റ വർത്താനം, ചെറ്റ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അത് തെറിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചെറ്റ എന്നൊക്കെ പറയാറുണ്ട്. കാരണം മാക്സിമം നെല്ലിപ്പല കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറയാറുള്ളത്. എന്താണ് ചെറ്റ വർത്താനം പറയുന്നത്? നിനക്ക് എന്താണ് സോക്കേട് എന്നൊക്കെ
പറയാറുണ്ട്. കാരണം എന്നെ പൂക്കുട്ടിയൊക്കെയാണ് വിളിക്കുന്നത്. ആര് ഈ ആൾക്കാരോ? ലൈവില് വരുമ്പോഴേ അവരോടൊക്കെ ഞാൻ പ്രതികരിക്കാറുണ്ട് ദേഷ്യപ്പെട്ട്. അല്ലാതെ ഞാൻ തിരിച്ചു തെറി പറയാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല. ഓക്കെ. ഈ അടുത്ത കാലത്ത് കുറച്ച് എന്താ പറയുക, ഭയങ്കര രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിവാദമായിട്ടുള്ള ഒരു ട്രോളായിരുന്നു മല്ലു റാപ്പേഴ്സിന്റെ ഒരു വീഡിയോ. ഒരു വീഡിയോ അല്ലല്ലോ, അവർ എന്നെ കൊണ്ട് കഴിയുന്നവരാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം എവിടെ എടുത്താലും ഇങ്ങനെ കൊല്ലുക, ഇത് ഈ മറുകൊക്കെ ഇങ്ങനെ പോയത്. ആ മറുക് ഒന്ന് ക്യാമറയ്ക്ക് കാണിച്ചു കൊടുത്തേ. എവിടെയായിരുന്നു ആ മറുക്? ഇതായിരുന്നു ആ മറുക്. ഓക്കെ. പിന്നെ തലയില പേനെ കൊല്ലുന്നു, ഇതൊക്കെ കാണിക്കുന്നു. അവരോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? ആദ്യമൊക്കെ എനിക്ക് നല്ല അരിശമായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ച് ഒരു ഇന്റർവ്യൂലൊക്കെ പൊട്ടിത്തെറിക്കണ്ടായിരുന്നു, കഴിവുണ്ടോടോ എന്നൊക്കെ പറഞ്ഞു. ശരി, അത് അതിനുശേഷമാണ് എന്താ പറയാ, ശ്രീയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ അങ്ങനെ ഫുള്ള് കാണില്ലേലും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോഴാണ് മനസ്സിലായ പാവങ്ങള് ഞാൻ എങ്ങനെയാണോ ജീവിക്കാൻ വേണ്ടി ചെയ്യണേ അതുപോലെ അവരും ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു. പക്ഷെ കുറച്ച് ഓവറല്ലേ എന്ന് എന്റെ കുറച്ച് പേരൊക്കെ ഞാൻ കുറച്ച് ഓവറാണോ ഇല്ലേന്ന് രേണു വരെ നേരിട്ട് ചോദിക്കും. നമുക്കൊന്ന് വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കോൾ ചെയ്യാം. ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ അപ്പപ്പോ പറഞ്ഞു തീർക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങൾ മല്ലു റാപ്പറായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ പോണ്. അടിയാണോ ഇടിയാണോ എന്നൊക്കെ നമുക്ക് ഇപ്പൊ കണ്ടറിയാം. ഓക്കെ, രേണു റെഡി അല്ലേ? ഓക്കെ. ഹലോ, യെസ് ഗൈസ്, നമസ്കാരം. അപ്പൊ നമ്മളെല്ലാരും കാത്തിരുന്ന ആ മൊമെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ നമ്മുടെ സ്വന്തം രണസുര എത്തിയിരിക്കുന്നു. ഹലോ എടേ, ഒരു മിഷ്യൻ കണ്ണ് കിട്ടുമോ? മിഷ്യൻ കണ്ണ് എടേ, ഒറ്റയടിക്ക് കൊല്ലടേ എന്നെ. എന്റെ പൊന്നെ, നീ ഫ്രണ്ടിലോട്ട് കയറി നിക്കടേ. എന്തുണ്ട് മക്കളെ, സുഖാണോ? വിശേഷ സുഖം? സുഖായിട്ട് രണ്ടുപേർക്ക് സുഖമായിട്ടിരിക്കുന്നടാ. എന്തോ കാണാറുണ്ട്. എടേ, ആ മാർഗെങ്കിലും നേരെ വെക്കടേ. എന്റെ എടേ, ഇതാണ് ഞാൻ അങ്ങനൊക്കെ പറയെങ്കിലും ഇതാണ് ഞാൻ. ആ ഞെക്കുന്ന ഇൻസ്പിറേഷൻ എവിടെ കിട്ടിയെന്ന് വെച്ചാൽ, എടേ, ആ ഞെക്കുന്നത് എവിടുന്നാടെ പിഴിഞ്ഞു മറിച്ച് നീയൊക്കെ കാണിച്ച്. ഇനി അങ്ങനൊക്കെ പറഞ്ഞാ മതി രണ്ടും കൂടെ. ലേറ്റസ്റ്റ് ചുമന്ന സാരിയുടെ ഫോട്ടോഷൂട്ട്. ആ ചുമല സാരിയൊക്കെ എടുത്ത് എന്തുവാടെയാ കാണിക്കുന്നത്? എനിക്ക് വയ്യ. ഗോളടിക്കാൻ നോക്കിയതാ. എന്തായാലും എടാ, രണ്ടുപേരുടെ അടുത്ത് എന്തായാലും ഞാനും ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യണു, നിങ്ങളും ജീവിക്കാൻ വേണ്ടി സന്തോഷമായിട്ട് പോവുക. എനിക്ക് ആരോടും എന്താ പറയാ, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. നമ്മളെ എന്താ പറയാ, നിങ്ങൾ കാരണം ഞാനും ഇങ്ങനെ ആയി, ഞാൻ കാരണം നിങ്ങളും ഇങ്ങനെ. അപ്പം ഓക്കെ, ബൈ, കാണാം, ടാറ്റ. എല്ലാരും അന്വേഷിച്ചെന്ന് പറ, ഫാമിലി. എന്നാടാ ചേച്ചി വളരെയധികം ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് പറയാം. ശരി, ഞാൻ അവന്റെ കൊടുക്കാം. ഓക്കെ, ബൈ ബൈ. ശരി മക്കളെ. ഓ, അപ്പൊ പ്രശ്നം മുഴുവൻ പറഞ്ഞു തീർത്തു. രേണു നേരിട്ടെന്നാ വെട്ടിക്കൊല്ലുന്നൊക്കെ വിചാരിച്ച് പേടിച്ചിരിക്കായിരുന്നു ഇവര്. പിന്നെ ഞാൻ ഇച്ചിരിയേ ഉള്ളടാ, ഞാൻ എന്നാ വെട്ടിക്കൊല്ലാൻ. എടേ, ഞാൻ നിരൂപിതാവകാരിയാണ്. ഓക്കെ ശരി. ഓക്കെ ഗായ്സ്, അപ്പൊ കാണാം. ഓക്കെ, ബൈ ബൈ. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ ആ പ്രശ്നം തീർന്നില്ലേ? ഇനി അവരെ നേരിട്ട് കാണണമെങ്കിൽ തല്ലരുത്. എന്തിനാണ് ഈ കുഞ്ഞു കൈ കൊണ്ട്? നിങ്ങൾ ഈ കൈ നോക്കും ഗൈസ്. സൂചേട്ടൻ പണ്ട് പറയുന്നത് ഇങ്ങനെ ഒന്ന് പിടിച്ച് ഒടിഞ്ഞു പോകും, അത്രേ ഉള്ളു കൈ. അപ്പൊ ഇങ്ങോട്ട് നോക്ക്. അപ്പൊ ഈ കുഞ്ഞു കൈ കൊണ്ട് തല്ലി എന്താവാൻ അവന്മാർക്ക്? ഞാൻ തല്ലില്ല. കൊല്ലുവോ? ഇല്ല. അവന്മാരോട് മിഷ്യൻ കണ്ടോ ഒറ്റ അടിക്ക് തീർക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും അപ്പൊ ഇതേപോലെ ട്രോൾ ചെയ്യുന്നവരോടൊക്കെ ദേഷ്യം ഇപ്പൊ അങ്ങനെ ദേഷ്യമൊന്നും വെക്കാറില്ലല്ലേ? നമ്മൾ എന്തിനാണ് ദേഷ്യം വെക്കുന്നത്? നമ്മൾ സത്യം പറഞ്ഞാൽ ഇവരുടെ ആ ഇന്റർവ്യൂ എനിക്ക് ആദ്യം ദേഷ്യം ഉണ്ടായിരുന്നു. ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്തുവാ, കൂട്ടുകാരൊക്കെ അയച്ചു തരുമ്പോഴേ അവരെന്തോ ഞെക്കി പിഴിഞ്ഞെടുക്കും. പക്ഷെ എന്നാലും അതിനൊരു രസം കണ്ടു ഞാൻ. ഏത് ഞെക്കിപ്പിഴിയണേലോ? അതല്ല, അവന്മാര് കാണിച്ചൊരു രസം കണ്ടു. പിന്നെ നിന്റെ ശ്രീന്റെ ആ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു വിഷമായി. ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളെയൊക്കെ പോലെ തന്നെയാണ്. പാവം പിള്ളേരാ. അവർക്ക് അവരുടേതായിട്ടുള്ള അവരെല്ലായിടത്തുനിന്നും ഒഴിവാക്കപ്പെട്ടവരാ. പല സ്ഥലങ്ങളിലും അവസരമൊക്കെ ചോദിച്ചിട്ടും പിന്നെ അവരായിട്ട് അങ്ങ് തുടങ്ങി. ഞാൻ കാരണം അവർ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ആയിക്കോട്ടെ. നമ്മൾ കാരണം ഒരാൾക്ക് ഗുണം ചെയ്തില്ലേലും
നമ്മൾ ആർക്കും ഗുണം ചെയ്തില്ലെങ്കിലും ദോഷം ചെയ്യാതിരിക്കുക. അപ്പം നമ്മൾ കാരണം ഒരാൾക്ക് ഗുണം ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ലൈഫിലെ. ഒന്ന് ആലോചിച്ച് നോക്കണേ, രേണു കാരണം എത്ര ആൾക്കാരെ കേരളത്തിൽ ജീവിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വരട്ടെ. എന്താണ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഈ അടുത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടായേ? അത് ഒരു വ്ളോഗറിനെതിരെ നമ്മളൊരു കേസ് കൊടുത്തിട്ടുണ്ട്. എന്തിനായിരുന്നു ആ കേസ്? ഈ നമ്മൾക്ക് വ്ളോഗേഴ്സിന് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളത് സത്യമാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യം. പക്ഷെ ഒരാൾക്ക് നമുക്ക് എല്ലാത്തിനും ഒരു സീമ, അതൊരു അതിരുണ്ട് ശ്രീ. അപ്പം ആ അതിര് ലംഘിച്ചുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഹൈഡ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട, അത് നമ്മൾ യൂസ് ചെയ്യണ്ട, അത് പറയണ്ട, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് എല്ലാവർക്കും പ്രൈവസി ഉണ്ട്. ആ പ്രൈവസിയൊക്കെ ലംഘിച്ച് വന്ന് ഒരു CBI പോലെ അന്വേഷിച്ച് പുറകെ വരുന്ന ഒരു വ്ളോഗർ, അതെന്തിനാണ്? രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇത് തന്നെ വീഡിയോസ്, പിന്നെ വൃത്തികെട്ട ഹെഡിങ്സ്. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ പുറകെ അന്വേഷിച്ച ഒരാൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് പേടിക്കണ്ടല്ലോ. പേടിയില്ലല്ലോ. പക്ഷേ ഇത് കേക്ക്, അവിടെയാണ് പറയാൻ വന്നത്. എന്നെ തന്നെ പറഞ്ഞാൽ നോ പ്രോബ്ലം. ഞാൻ ഇതെല്ലാം എൻ്റെ ചേച്ചി പറയുന്ന പോലെ രേണുവിന് ഇതൊക്കെ കേട്ട് തഴമ്പിച്ചു. രേണുവിനൊന്നും വിഷയമല്ല, എനിക്ക് സത്യമായിട്ട് ഇതൊന്നും വിഷയമല്ല. ഇത് അഹങ്കാരത്തിന്റെ വാക്കല്ല. ഇത് പറയാൻ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് പറയണം, ഞാൻ പറയണം, പ്ലാറ്റ്ഫോമിൽ ഞാൻ പറയണം. അപ്പം എനിക്ക് എന്നെ പറഞ്ഞോട്ടെ. പക്ഷെ എൻ്റെ വീട്ടുകാരെയും കൂടെ ഉൾപ്പെട്ടപ്പം സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പോയത്, അല്ലാതെ എനിക്ക് തെറ്റുണ്ടായിട്ട് ഒന്നിനും അല്ല ഞാൻ പോയത്. ഇതിൽ എന്ത് കാര്യമാണ് രേണുവിനെ എഫക്ട് ചെയ്തത്, മീൻസ് വിഷമമായത്? വീട്ടുകാരെ ഇട്ട് പറയുന്നത്. എന്നെ പറഞ്ഞോട്ടെ, എനിക്ക് വിഷയമല്ല, എന്നെ പറ്റി പറഞ്ഞോട്ടെ, എന്തും പറഞ്ഞോട്ടെ. എൻ്റെ വീട്ടുകാരെ, എൻ്റെ മൂത്ത മകനെ, എൻ്റെ ഇളയ മകനെ, എൻ്റെ പപ്പായെ, എൻ്റെ ചേച്ചീനെ, ഫാമിലീനെ ഒക്കെ ഇട്ട് അവർ ആ വ്ളോഗർ ഇട്ട് അപമര്യാദയായിട്ട് പറയുമ്പോൾ അത് നമ്മൾ കേസ് കൊടുത്തേ പറ്റത്തുള്ളൂ നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ പോയതാണ്. അതെല്ലാവരും കണ്ടല്ലോ. ഞാൻ ചെന്നപ്പോഴത്തേന് ഇങ്ങനെ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ പെരുമാറി, ദേഷ്യപ്പെട്ടു. ഇങ്ങനെ പരാതി കൊടുക്കാൻ ഇതൊന്നും പരാതിയായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നറിയത്തില്ല. ഞാനും എൻ്റെ ചേച്ചി ഉണ്ടാകത്ത് കയറി സംസാരിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഇത്രയും അശ്ലീലം പറഞ്ഞൊന്നും, ചേച്ചിയെ പറ്റി വൃത്തികേടൊക്കെ പറഞ്ഞു, ചേച്ചി ചാറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. ആ ചേച്ചി, എൻ്റെ ചേച്ചി നേരെ സിനിമ പോലും കാണാത്ത ഒരാളാണ്. പുള്ളിക്കാരൻ നേഴ്സാണ്, ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നു. അത്യാവശ്യം ഒരു കുടുംബമാണ്, നല്ലൊരു കുടുംബമാണ്. അവർ ഭാര്യയും ഭർത്താവ് നന്നായിട്ട് പോകുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടാപ്പിക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ ചേട്ടാപ്പി എന്നാണ് വിളിക്കുന്നത്. ചേച്ചിയുടെ ചാറ്റ് കള്ളത്തരം പുറത്ത് എന്നൊക്കെ പറഞ്ഞ്, രേണു സുധിയുടെ ചേച്ചി ആയതുകൊണ്ട് മാത്രം ഇതൊക്കെ പറഞ്ഞ് എങ്ങനെയാണ്? അപ്പം സാറേ ഇത് ഇതൊക്കെ തെറ്റല്ലേ? അതിൽ പറയാനുള്ള റിപ്ലൈ എന്നാന്ന് പറഞ്ഞത് ഇങ്ങനെ രണ്ട് ആ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ സാർ എന്തോ പറയുന്നേ? എന്നെ പഠിപ്പിക്കാൻ വരുവാണോ? ചൂടായിട്ട് എന്നെ പഠിപ്പിക്കാൻ വരുവാണോ? ഞാൻ അപ്പൊ പെട്ടെന്ന് എൻ്റെ, കാരണം നമ്മൾ പരാതിക്കാരാണ്. ഒന്നും ആട്ടെ, സ്ത്രീകളെന്ന് പറഞ്ഞാൽ അബലകളാണ്. നമ്മളൊരു ജനമൈത്രി പോലീസ് സ്റ്റേഷനോട് ചെല്ലുമ്പോൾ എന്തുവാകട്ടെ, അവർ ഇരിക്കാൻ പറയണം. ഞങ്ങൾ ഇരിക്കാനൊന്നും പറഞ്ഞൊന്നുമില്ല. 2 കസാര കിടന്ന് ഇരിക്കാൻ ഒന്നും പറഞ്ഞില്ല. വേണ്ട, പോട്ടെ ഞങ്ങളവിടെ നിന്നു. ഒരു വനിതാ പോലീസ്, വേറൊരു പോലീസുകാരനും ഉണ്ട് പുറകെ. ഞങ്ങളവിടെ നിന്നു. ഞാൻ ചേച്ചി സാറേ കേസ് തന്നെ, അതിലെന്നാ വരാത്തെ? അതിൽ വ്ളോഗർ അതിലാന്ന് എല്ലാവർക്കും അറിയാം. അതിലെന്താ വരാത്തെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അതിനുള്ള മറുപടി ഇവിടെ തന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ എടുത്ത് കാണിച്ച്. അപ്പം ഞങ്ങൾ സാറേ അപ്പം ഞങ്ങൾ തന്ന പരാതി അതിവിടെ കേസെടുക്കാൻ പറ്റത്തില്ലെന്ന്, അത് കേസെടുക്കാനുള്ള വകുപ്പില്ലെന്ന്. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? നമ്മൾ അപ്പോഴേ എൻ്റെ പിടിവിട്ട്. കാരണം നമ്മൾ പരാതിക്കാരാണ്, പ്രതിയല്ല നമ്മൾ. എന്തുവാട്ടെ, നമുക്ക് ഇങ്ങനെ പറയാം, എന്നാൽ ഇവിടെ കേസെടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ കോടതിയിലോട്ട് വിടുക, പിന്നെ നമുക്ക് സംസാരിക്കാം. ഇത്രയും പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ? പുള്ളി അങ്ങനെ പറഞ്ഞു. ഒരു പോലീസുകാരനും ഉണ്ട്, ഒരു വനിതാ കോൺസ്റ്റബിളും പുറകെ. ഒന്നും ഇവര് മിണ്ടുന്നില്ല ഒന്നും. ശരി സാറേ, എന്നാ ഞങ്ങൾ പോവാ, എന്നാ കാണിച്ചു തരാൻ പറഞ്ഞു. വെല്ലുവിളിച്ചോ? എന്നാ കാണിക്കും, നിങ്ങൾക്ക് കാണിക്കും. ദൈവസത്യമായിട്ട് ഞാൻ എന്തിനാ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞത് കള്ളവാട്ട്. ക്യാമറ കാണുമല്ലോ അവിടെ, ചോദിക്കട്ടെ അവര്. കാണിക്കാനുള്ള കാണിച്ചോളാം. ഞാൻ ചേച്ചി പറഞ്ഞു ശരി സാറേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിപ്പോയപ്പോഴാണ് മീഡിയാസ് അവിടെ ഉള്ളത്. ഞാൻ പൊട്ടി, എൻ്റെ ഉള്ളിൽ നിന്ന് കരഞ്ഞാൽ, ഉള്ളി തേച്ചിട്ട് കരഞ്ഞല്ല, ഉള്ളിൽ നിന്ന് കരഞ്ഞതാണ്. കാരണം നമ്മൾ അത്ര വിഷമിച്ചാണ് അവിടെ പോയത്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരിന്ന് അങ്ങനെ നല്ല ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ അങ്ങനെ. എന്നിട്ട് എന്തേ തുടർന്ന് വേറെ കേസ് നടക്കുന്നതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല കൂടുതൽ ഡീറ്റെയിൽ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ്. ഡീറ്റെയിൽ നമുക്ക് പുറത്തു വിടാൻ പറ്റില്ല. ഇപ്പം കേസ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഇതിനു മുമ്പ് ആർക്കെങ്കിലും എതിരെ ഇതുപോലെ പരാതി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? എൻ്റെ ചേച്ചി ഇതുപോലെ ഒരു 3-4 മാസം മുന്നേ അങ്ങനെ ഒരു പരാതി, വൃത്തികെട്ട കമൻസിന് ഇങ്ങനെ, അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കമൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന നമുക്കും അറിയാം. അതിന് പിന്നെ ഒന്നും ആയിട്ടില്ല. പിന്നെയാണ് ഈ ഒരു പരാതി കൊടുത്തത്. ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലായിടത്തുനിന്നും ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടൊരു ഫീൽ ഉണ്ടോ? എല്ലായിടത്തുനിന്നും അല്ല,
ചില ഇതിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് കൂടെ ഒരു കൂടെ സപ്പോർട്ടിന് കുറച്ച് പേരുണ്ട്. അത് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. എനിക്കൊരു 10 പേരുണ്ടെങ്കിൽ പോലും അതെനിക്ക് വലിയ, കാരണം നമ്മളെന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ മറ്റുള്ളവർക്ക് അഹങ്കാരിയായിട്ട് തോന്നും. പക്ഷെ നമുക്ക് സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണർ പോയി, ആളിനി തിരിച്ചൊരിക്കലും വരത്തില്ല. അപ്പം ഒന്ന് സത്യം പറഞ്ഞാൽ ഈ നെഗറ്റീവ് കമൻറ്റ്സ് കൂടുതലിടുന്ന സ്ത്രീകളാണെന്ന് തോന്നുന്നു എനിക്ക്. അതെന്തുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. വൃത്തികളൊക്കെ പറയുന്ന സ്ത്രീകളാണ്. അവരൊന്ന് ചിന്തിച്ചാൽ മതി. അവരെ പോലൊരു സ്ത്രീയാണ് ഞാൻ എന്താണ് സമൂഹത്തിൽ, സത്യം പറയട്ടെ, എന്നെ ഈ അവഹേളിക്കുന്നവരോട് ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, ഞാൻ സുധിച്ചേട്ടനെ കൊന്നിട്ട് ഒരുപാട് പേര് ഭർത്താക്കന്മാരെ കൊല്ലുന്നവരുണ്ടല്ലോ, പ്രതികൾ. ഞാൻ സുധിച്ചേട്ടനെ കൊന്നിട്ട് ജയിലിൽ പോയിട്ട് എൻ്റെ ശിക്ഷാവധി കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഞാൻ ഈ കാട്ടിക്കൂട്ടുന്ന ഷോകൾ ആണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ സുധിച്ചേട്ടനെ കൊന്നിട്ടില്ല, ജയിലിൽ പോയിട്ടില്ല. ഇതിപ്പം ഞാൻ ജയിലിൽ പോയിട്ട് ശിക്ഷാവിധി കഴിഞ്ഞ ഒരു പ്രതി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു അതൊക്കെയാണ്, അതിനൊക്കെ പ്രതികരിക്കുന്ന പോലെയാണ് ഈ ജനങ്ങൾ നെഗറ്റീവ് പറയുന്നത്. ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, ഒന്നും ചെയ്തിട്ടില്ല. ഏട്ടൻ അകാലത്തിൽ മരണപ്പെട്ടു, ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. എൻ്റെ കുഴപ്പമാണോ? തലേന്ന് വരെ എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിപ്പോയ മനുഷ്യനാണ്. തിരിച്ച് എൻ്റെ അടുത്തോട്ട് വരികയാണ്. എന്നെ മക്കളെ കാണാനുള്ള വ്യഗ്രതയെ വന്നതാണ്. അല്ലാതെ ഞാനൊരു ശല്യമാണെങ്കിൽ, സുധിച്ചേട്ടന് ഞാനൊരു പൊതുശല്യമായിരുന്നെങ്കിൽ അദ്ദേഹം എന്തിനാ എന്നെ കാണാൻ വരുന്നത്, അല്ലെ എൻ്റെ വീട്ടിലോട്ട് വരുന്നത്, എൻ്റെ കൂടെ കഴിയാൻ വരുന്നത്? അവിടെ കിടന്നാൽ പോരെ, ഹോട്ടലിൽ കിടന്നാൽ പോരെ, ഓടി വന്ന് എന്നെ മക്കളെ കാണാനാണ്. അങ്ങനെയാണ്. ജീവനായിരുന്നു, ജീവനല്ല അതിൻ്റെ അപ്പുറമായിരുന്നു. എന്നെ ഒരു മോളെപ്പോലായിരുന്നു കാണുന്നത്. ഞങ്ങൾ 15 വയസ്സിന് ഡിഫറൻറ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞെനിക്ക് 40 വയസ്സ് 50 വയസ്സ് കിളവി. ഞാൻ ഇങ്ങനെ 90 ആ ഒരു കാലഘട്ടമാണ്. അന്ന് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു ഞാൻ 1991 ഇപ്പം 34 വയസ്സാകുന്നു അല്ലേ, 1991 ഉള്ളതാണ്. ആധാറും ഉണ്ട്, ഞാൻ വേണമെങ്കിൽ അതും കാണിക്കാം. എനിക്ക് 40, എന്നെക്കാളും 15 വയസ്സിന് മൂത്താണ് എൻ്റെ സൂചേട്ടൻ. അതായത് ഞാൻ 1 വയസ്സുള്ളപ്പം സൂചേട്ടൻ SSLC എഴുതി കഴിഞ്ഞ സമയമാണ്. അപ്പോൾ അത്രയും ഡിഫറൻ്റ് ഉള്ള ആൾ എന്നെ അതുപോലെ കൊണ്ടു നടന്നു. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, വാവക്കുട്ടയെന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ആള് ദേഷ്യം കയറിയ പോലെ വാവട്ടാ ടൂണേ മാറുന്നുള്ളൂ, പേര് മാറത്തില്ല. അത്ര സ്നേഹമുള്ള ആളായിരുന്നു. എന്നിട്ടാണ് ആൾക്കാർ ഇത്രയും പറയുന്നത്. എവിടെ നിൽക്കുകയോ വേറെ ഈ അതുൽ വ്ളോഗിൽ തന്നെയുള്ള വോയിസുകൾ എവിടെ നിന്നൊക്കെ എനിക്കറിയില്ല. അവർ പഴയ അയൽപ്പക്കക്കാരായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ സുധിച്ചേട്ടനെ തല്ലി എന്തിനാ എനിക്കറിയില്ല. ഞാൻ എന്തിനാണ് ഏട്ടനെ തല്ലുന്നത്? ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഉപദ്രവിക്കേണ്ട സിറ്റുവേഷൻ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ അയൽവക്കക്കാരൊക്കെ എന്താ ഇങ്ങനെ പറയുന്നത്? എനിക്കറിയില്ല. ഞാൻ ഒന്ന് നന്നായി കാണാൻ ആഗ്രഹിക്കുമ്പോൾ അവർ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ഉപകാരം ചെയ്തിട്ടുള്ളവരാണ് ഇവരൊക്കെ, ഈ പറഞ്ഞവരൊക്കെ. എനിക്കറിയാം ആരാ എന്താന്നൊക്കെ എനിക്കറിയാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ഒരു മീഡിയയിൽ വന്നിട്ട് പറയുകയാണ് രേണു ഒരാളെ തല്ലുന്നത് ഞാൻ കണ്ടു എന്ന് പറയണമെങ്കിൽ, തെളിവുണ്ടോ? അല്ല, ഞാൻ പറയുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ എനിക്ക് ഒരു വിശ്വാസം വേണം ഞാൻ പറയുന്നതിൽ സത്യമുണ്ടെന്ന്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു മീഡിയയിൽ മുമ്പ് തുറന്നു പറയാൻ പേടിയായിരിക്കും. കാരണം ഇത് ആൾക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കാണിക്കാൻ തെളിവില്ല. അപ്പം പേര് പറയണം, ഞാൻ എൻ്റെ ഐഡന്റിറ്റി പറഞ്ഞിട്ട് വേണം അത്ര സത്യമുള്ളവര്. പിടി കിട്ടിയോ? ആ സൗണ്ടും കിണകിണകിണന്ന് വെച്ചിട്ട് അല്ലെ എന്തോ ഒരു ഇതിലല്ലേ. അല്ലെങ്കിൽ ധൈര്യത്തോടെ, സത്യമാണെങ്കിൽ ധൈര്യത്തോടെ പറയണം ഞാൻ എൻ്റെ പേര് ഇന്ന ആളാണ്, ഞാൻ രേണു സുധിയുടെ വീടിന് സൂചിച്ചേട്ടനെ തല്ലിന്ന്. എൻ്റെ മൂത്ത മകനില്ലേ, അവൻ അത്രയും പ്രായമുള്ള കുട്ടിയാണ്, ഞങ്ങളുടെ 13 വയസ്സുള്ളപ്പം വന്നതാണ്. അവൻ പറഞ്ഞിട്ടില്ലല്ലോ, അവൻ പറയത്തില്ലല്ലോ. അവനറിയാം ഞങ്ങളുടെ ലൈഫ്, എൻ്റെ വീട്ടുകാർക്കറിയാം. പിന്നെ ആർക്കാണ് എന്നോട് ഇത്ര കുശുമ്പ്? എനിക്കറിയില്ല. കുശുമ്പെന്ന് തന്നെ പറയാം. ഞാൻ എന്തിനാണ് ഏട്ടനെ തല്ലുന്നത്? എന്തിനാണ് തലേന്ന് വഴക്കായിരുന്നത്? എനിക്കറിയില്ല. മുടി കളർ, ഞാനിതൊന്നും കേട്ടില്ല. എന്നോട് ആൾക്കാർ പറഞ്ഞു ഞാൻ മുടി കളർ ചെയ്യാൻ വേണ്ടിയിട്ട് സൂചിച്ചേട്ടനോട് തലേന്ന് വഴക്ക് പിടിച്ചെന്ന്. തലേന്ന് എൻ്റെ കൂടെ എൻ്റെ ഒരു കസിൻ അനിയത്തി ഉണ്ടായിരുന്നു, അവിടെ ഒരു ഫ്രണ്ട് കുറച്ചു നേരം ഉണ്ടായിരുന്നു, സൂചിച്ചേട്ടനുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, കുഞ്ഞുണ്ടായിരുന്നു. വേറെ ആരും ഞങ്ങൾ കളിചിരിയായിട്ട് തമാശയും പറഞ്ഞ് ഞങ്ങൾ തലേന്ന് അങ്ങ് പോവുമായിരുന്നു. എവിടെ വഴക്ക്? എനിക്കറിയില്ല. പിന്നെ എനിക്ക് അറിയില്ല. ഒരാൾ ഇത്രയും ഫോക്കസ് ചെയ്തിട്ട് ചീത്ത പറയുക, അത് എന്തുകൊണ്ടായിരിക്കും? ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൂടി അപമാനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കുന്നു? ഒരു ഉത്തരം, നന്മേനെ കാണാൻ ആഗ്രഹിക്കുന്നില്ലാത്തവരായിരിക്കും. പക്ഷെ അവർക്കൊക്കെ ഞാനൊരു ദ്രോഹവും ദോഷം ആർക്കും, സത്യം പറഞ്ഞാൽ കട്ടെടുക്കുന്നവരെ കള്ളാന്ന് വിളിക്കണം അല്ലേ, മോഷ്ടിക്കുന്നവരെ ഒരു മോഷ്ടാവിനെ കള്ളാന്ന് വിളിച്ചാൽ തെറ്റില്ല. ഇത് ആർക്കും ഒരു ദ്രോഹവും ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടുമില്ല, ചെയ്യാനോട്ട് ആഗ്രഹിക്കുന്നുമില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള ആരെയും ഉപദ്രവിക്കാതെ മര്യാദയ്ക്ക് പോകാനാണ് ഞാൻ. പക്ഷെ എല്ലാം എനിക്കാണ് വരുന്നത് മുഴുവൻ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കരയാറുണ്ടോ?
ജീവിതത്തിൽ പലപ്പോഴും കരയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആരുടെ മുന്നിൽ കരയാറില്ല, പിടിച്ച് നിൽക്കത്തേ ഉള്ളൂ. പക്ഷെ സുധിച്ചേട്ടൻ പോയതിനു ശേഷം എവിടെയാണ് പൊട്ടിപ്പോയത്? പല സ്ഥലങ്ങളും പൊട്ടിപ്പോയിട്ടുണ്ട്, പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, പക്ഷെ ആരും കാണുന്നില്ലെന്നേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ കാണുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പം ശ്രീ പറഞ്ഞു, അതൊക്കെ ഉള്ളിൽ നിന്ന് തീർന്നു കഴിഞ്ഞിട്ട് വരുന്ന സാധനമാണ് കരച്ചിൽ. ഇത്രയും എനിക്കറിയില്ല, നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത്ര അധികം പ്രഷറും ഇതെല്ലാം കിട്ടിയിട്ട് അതൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു ധൈര്യം വേണം. അതിനൊരു ധൈര്യം, ആ ധൈര്യം എവിടെ നിന്ന് കിട്ടി? ആ ധൈര്യമുണ്ട്, അതാണ് പറയുന്നത്. അത് ഉള്ളിലൊരു ശക്തി. ചിലപ്പം മേ ബി സുധിച്ചേട്ടൻ്റെ ആത്മാവ് തരുന്ന ധൈര്യമായിരിക്കാം. ഞാൻ ദൈവവിശ്വാസിയാണ്, മാക്സിമം ഞാൻ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. മാക്സിമം എനിക്ക് സമയമുണ്ടെങ്കിൽ 3 നേരം ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ധൈര്യമായിരിക്കും. ഇപ്പോൾ പലരും കൈവിട്ടതായിട്ട് തോന്നുന്നുണ്ടോ? പണ്ട് സുധിച്ചേട്ടൻ മരിച്ച ടൈമിൽ കൂടെ നിന്ന പലരും ഇപ്പോൾ കൈവിട്ടതായിട്ട് തോന്നുന്നു. ഞാൻ അവരെയും എന്താ പറയുക, കൈവിട്ടതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും അവരവരുടെ തിരക്കും കാര്യങ്ങളും, അവർക്കിപ്പോൾ എപ്പോഴും നമ്മളെ അന്വേഷിക്കാൻ സമയം കിട്ടത്തില്ല. പക്ഷെ അവർ കൈവിട്ടതായിട്ടൊന്നും ഞാൻ പറയാറില്ല. നമ്മുടെ താമസിക്കുന്ന വീടിന്റെ നമ്പർ ഇപ്പൊ കിട്ടിയോ? ഈയിടെ കിട്ടി. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ എനിക്കറിയാം. അതെന്തുകൊണ്ടാണ് ഇത്രയും പപ്പയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി, നമുക്കറിയില്ല. കാരണം മൊത്തത്തിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് രേണു ഇപ്പൊ പോകുന്ന വഴി ഞങ്ങൾക്ക് പിടിക്കുന്നില്ല, അതുകൊണ്ട്. ഞാൻ പോകുന്ന വഴിക്ക് ആർക്ക് പിടിക്കുന്നില്ലെന്ന്? ഞാൻ അഭിനയിക്കുന്നതാണോ എല്ലാവർക്കും വരുന്ന പ്രശ്നം? അന്നാ ഒരു കാര്യം, ഞാൻ വീട്ടിൽ ഇരിക്കാന്നേ ഇവരെല്ലാ മാസവും കൊണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മൂത്ത മോന് 20 വയസ്സായി, കിച്ചൂട്ടനെ എല്ലാവർക്കും അറിയാലോ. ഇളയ കുഞ്ഞ് അവന് 5 വയസ്സേ ഉള്ളൂ. അവന് കഴിക്കണ്ടേ? മൂത്ത മോന് ഞാൻ പോക്കറ്റ് മണി കൊടുക്കാറുണ്ട്. അവൻ എൻ്റെ മോനാണ്, 2 മക്കളും എൻ്റെ മക്കളാണ്. എൻ്റെ പപ്പായ്ക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് ജോലിയില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ റേഷനറി ഉള്ളതുകൊണ്ട് കഞ്ഞി കുടിച്ചു പോകും? ഇവിടെ വന്നേക്കുന്ന കുറെ കമന്റുകളിൽ പറയുന്ന കാര്യങ്ങൾ, അന്ന് കിട്ടിയ പൈസകൾ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് കിട്ടിയ പൈസ, എവിടെ കിട്ടിയ പൈസ? അതാണ് ഞാൻ ചോദിക്കുന്നത്. സഹായമായിട്ട് പൈസകളൊന്നും കിട്ടിയില്ല. ഇത് എനിക്കറിയാനല്ല, ഇത് പ്രേക്ഷകർക്ക് അറിയാനും കൂടി ഒന്ന് പറയൂ. രേണു സുധിയുടെ ബാങ്ക് അക്കൗണ്ട് എത്രയാണ്? എനിക്ക് ഒരു ബാങ്ക് അക്കൗണ്ടേ ഉള്ളൂ. ഇപ്പം കാണിക്കണോ അത്? അല്ല കാണിക്കാം, ഞാൻ ഒരു ഇന്റർവ്യൂ ഞാൻ കാണിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ മതി. അത് പറയാം, എനിക്ക് നോക്കണം. കാരണം ഞാൻ എപ്പോഴും ബാങ്ക് ഇത് നോക്കിയിരിക്കുന്ന ഞാൻ കാണിക്കണ്ട, ഞാൻ പറയാം. എത്രയുണ്ട്? ഇതെന്തിനാ പറയുന്നത്? ഇത് വലിയ അല്ല, കോടികൾ എന്റെ ദേഹമായ സ്വർണ്ണമാണല്ലോ ദൂർത്തടിച്ചത്. അതുപോലെ ഈ അയൽപക്കംകാരൻ തന്നെ ആയിരിക്കുമല്ലോ, പണ്ട് താമസിച്ച അയൽപക്കത്തു നിന്നുള്ള ആൾക്കാരല്ലേ ദൂർത്തടിക്കാന്ന് പറഞ്ഞത്. കുഞ്ഞുങ്ങളെ ഒന്നും കൊണ്ട് ഒരു നെയ് റോസ്റ്റോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു ചിക്കിങ്ങിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ സന്തോഷം. എൻ്റെ സൂചിച്ചാണുള്ളപ്പോൾ അവരെ 2 കുഞ്ഞുങ്ങളെ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് മേടിച്ച് എനിക്കും ഇഷ്ടമുള്ള ഫുഡ് തന്ന് വളർത്തതാണ് എൻ്റെ സൂചിച്ചാട്ടൻ. അപ്പോൾ അവർക്ക് 2 ഫുഡ് മേടിക്കുന്നതാണോ ദൂർത്തടി? ആണോ? ഈ പറഞ്ഞവരോടാണ് ഞാൻ ചോദിക്കുന്നത്, അതാണോ ദൂർത്തടി? അതായിരിക്കും ദൂർത്തടി, അല്ലാതെ സ്വർണ്ണവും കാര്യങ്ങളും. എനിക്കും കൂടി കേൾക്കാൻ എത്രയുണ്ട്? അയ്യോ, 35 രൂപ 8 പൈസ ഉണ്ട്. 35,000. 35,000 രൂപ ഉണ്ട് എൻ്റെ. ഗൈസ്, വെറും 35 രൂപ 8 പൈസ. ഇനി പേഴ്സ് എടുത്ത് കാണിക്കണോ? ഇത് തന്നെ എനിക്ക് വയററി. സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എപ്പോഴേലും പട്ടിണി എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? അതൊക്കെ ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ആ സമയത്തൊക്കെ എല്ലാവരും ഉണ്ടല്ലോ, ആ സമയത്തൊന്നും ഇല്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പട്ടിണിയുടെ അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്, ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാടുണ്ട്. കഞ്ഞി മാത്രം കഴിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്, കാരണം റേഷനറി മാത്രം. ആ സമയത്തൊന്നും ഞാൻ കയറിയിട്ടില്ല, ഇങ്ങനെ ചെറിയ ഇതിലൊന്നും കയറിയിട്ടില്ല. പട്ടിണി കിടന്നതാണോ നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? തീരുമാനം നമ്മളെ വിളിച്ചതാണല്ലോ അഭിനയിക്കാൻ പോകുന്നത്. ഞാൻ അങ്ങോട്ട് കയറിയ അവസരം ഒന്നും ചോദിച്ചിട്ടില്ല. ജോലി ഞാൻ ശ്രമിച്ചായിരുന്നു. അപ്പോഴൊക്കെ പറയണത്, നിങ്ങൾ ഇച്ചിരി ലൈം ലൈറ്റിലുള്ള ആളുടെ വൈഫാണ്, ലൈം ലൈറ്റിലാണ് നിങ്ങൾ, സുധിയുടെ വൈഫാണ്, നിങ്ങൾക്കൊരു കടയിൽ എങ്ങനെയാണ് നിങ്ങളെ നിർത്തുന്നത്? ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. ഫ്ലവേഴ്സിൽ നിന്ന് ജോലി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, ഫ്ലവേഴ്സിൽ നിന്ന് എനിക്ക് ഓഫർ എവിടെന്നെങ്കിലും ജോലികൾ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു? ഫ്ലവേഴ്സിൽ നിന്ന് ജോലി ഓഫർ ചെയ്തിട്ടില്ല. പക്ഷേ അനൂപേട്ടനൊക്കെ എൻ്റെ അടുത്ത് ഒരു ജോലി, അക്കൗണ്ടൻസിയുടെ കാര്യം. അപ്പോൾ എനിക്ക് ഹ്യൂമാനിറ്റീസാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എനിക്ക് കണക്കെന്ന് പറഞ്ഞൊരു സാധനം ഇന്നും എനിക്കറിയത്തില്ല. ഒരു പൈസയുടെ കണക്ക് വെച്ചാൽ എനിക്ക് വേറൊക്കെ അറിയാം, പക്ഷേ ഈ രാഷ്ട്രീയവും കണക്കും എനിക്ക് അറിയത്തില്ല. രാഷ്ട്രീയത്തെ പറ്റി അറിയത്തില്ല, കണക്കിനെ പറ്റി അറിയത്തില്ല. അപ്പം അത് മാത്രമേ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ അവിടെ ചെന്ന് അത് മുടിപ്പിക്കാനാണോ? ഞാൻ എന്തിനാ, എനിക്കത് അറിയില്ല. പിന്നെ ഒന്നത് പറഞ്ഞ്, 2 ഞാൻ പറഞ്ഞത്, അയ്യോ ചേട്ടാ എനിക്ക് ഒന്നാമത് ടെൻഷനാണ്. സുചേട്ടൻ മരിച്ച സമയത്ത് അപ്പം ഒരുപാട് ടെൻഷനുള്ള സമയമാണ്. അപ്പോൾ ആ ടെൻഷനും കൂടി ഈ കണക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊന്നും കൂടെ ടെൻഷനായി. എനിക്ക് പറ്റില്ല ചേട്ടാ, ഞാനില്ല എന്ന് പറഞ്ഞു. ഞാൻ കംഫർട്ടബിൾ അല്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, അല്ലാതെ ജോലിയായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇതിനെപ്പറ്റി. ഓക്കെ, ഞാൻ പറയും, ഇപ്പോൾ നമ്മൾ പൈസയുടെ കാര്യങ്ങൾ പറഞ്ഞു, കയ്യിൽ വരുമാനമില്ല. ഇതാണ് നമ്മുടെ വരുമാന മാർഗം.
ഓക്കെ, ഒരാൾക്ക് തീരുമാനിക്കാം ഞാൻ ഏത് രീതിയിൽ എങ്ങനെ വർക്ക് ചെയ്യണം, എന്ത് ജോലി ചെയ്യണം, ഇതെല്ലാം നമുക്ക് അതിനുള്ള പൂർണ്ണ അവകാശം നമ്മുടെ ഉണ്ട്. ഒരാൾക്ക് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാളെ പോലെ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല, പറയാൻ പാടില്ല, അത് ചെയ്യരുത്. ഇതൊക്കെ രേണുവിൻ്റെ ഇഷ്ടമാണ്. ഇതെല്ലാം ഓക്കെ. നമ്മൾ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കാതെ അവരുടെ ഇഷ്ടമല്ല, അവർ ചെയ്തോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ രേണു ബോധമില്ലായ്മ എന്ന് പറയുന്നൊരു സംഭവം രേണുവിന് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടോ? ചില സമയം ബോധമില്ലാത്ത നേരം കൊണ്ട് ഞാൻ പലതും പറഞ്ഞു പോകുന്നുണ്ട്, വായിന്ന് വിട്ടുപോകും. മനുഷ്യരല്ലേ, അതൊരു ബോധമില്ലായ്മയാണ്. ബോധമില്ലായ്മ എന്ന് പറയാൻ പറ്റില്ല. നമ്മള് എന്നെ സംബന്ധിച്ച് ഒന്നിനും ഒരു ഉത്തരം കൊടുക്കായില്ലേ, ആരെന്ത് ചോദിച്ചാലും അതിനൊരു ഉത്തരം പറയും. പക്ഷെ ചിലത് നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോ. അങ്ങനെ അബദ്ധങ്ങൾ ഒരുപാട് പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും അത് നമ്മൾ എപ്പോഴും സമ്മതിക്കുന്നില്ല, തിരുത്താൻ പറ്റുന്നില്ല. പിന്നെയാണ് അപ്പൊ പറയാം ചക്ക കുഴഞ്ഞു, പിന്നെ അടുത്ത വ്ളോഗേഴ്സ് എടുത്തിടും. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ കണ്ട രേണുവിന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് എനിക്ക് തെറ്റായിട്ടൊന്നും ഞാൻ പറയട്ടെ. ഒരു ലൊക്കേഷനിൽ വെച്ച് ഒരാളോട് പറയാണ്, എടാ നാളെ സുചേട്ടൻ്റെ ഓർമ്മ ദിവസം ഒന്ന് വീട്ടിൽ വരണം, അല്ലെങ്കിൽ വേണ്ട അപ്പം തീർന്നു പോകും. ഭയങ്കര ചിരിച്ച് കളിച്ചിട്ടാണ് അത് പറയാം. ശരിയാ, അതിൽ കമന്റുകൾ വന്നത് ഞാനതൊന്നും കാണത്തില്ല. ഞാൻ പറയാം, ഇത് സംഭവം എന്നാന്നറിയോ, അത് അതിന്റെ സത്യാവസ്ഥയാണ്. അത് ആരും എന്നോട് ചോദിച്ചിട്ടില്ല. ഹെയർ സ്റ്റൈലിസ്റ്റ് ഭയങ്കര സംസാരിക്കുന്ന ഒരു ബോയിയാ, അവൻ ഭയങ്കര ക്യൂട്ടാ, സംസാരിച്ച് ഇതാന്നൊക്കെ. അപ്പൊ ഞാൻ അതിനോട് അബദ്ധം പറ്റിയതാണ് എനിക്ക്. ഞാൻ അതിനോട് ചിരിച്ച് കളിച്ചൊക്കെ സംസാരിച്ച് പോയതാ. അപ്പോഴാണ് ഇവരെന്നോട് ചോദിക്കുന്നത് ഈ ചിരിയുടെ ബാക്കി അവിടെ കൊടുത്തതാ. അതെന്റെ ഭാഗത്തുനിന്ന് വന്ന വലിയൊരു അബദ്ധമാണ്. സത്യമാണ് ശ്രീ പറഞ്ഞത്. രണ്ട്, ആ ഓർമ്മ ദിവസത്തിന്റെ അന്ന് അലൻ ജോസ് പെരേരയോട് ഡാൻസ് അതെനിക്ക് അബദ്ധമല്ല. അലൻ ജോസിന്റെ കൂടെ ഞാൻ എവിടെ ഡാൻസ് കളിച്ചു? അലൻ ജോസിന്റെ കൂടെയല്ല, ഇപ്പൊ നമ്മുടെ ഹൗസ് വാമിംഗ് ആണെങ്കിൽ മുറ്റത്ത് വരുന്ന ആൾക്കാർ സന്തോഷിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു ഓർമ്മ ദിവസത്തിൽ വന്ന് വിരുന്നുകാർ മുമ്പിൽ ഡാൻസ് കളിക്കുമ്പോൾ എനിക്ക് പുറകിൽ കൈയും കിട്ടിയത് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അതാണ് കാണുന്ന ആളുകൾ. ഓക്കെ, അതിന്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ ജാങ്കോ സ്പേസിന്റെ പ്രേക്ഷകരോട് ഞാൻ പറയാം. ഈ ചടങ്ങെന്ന് പറഞ്ഞാൽ 6 മണി വെളുപ്പിനെ കഴിഞ്ഞ ചടങ്ങാണ്. കല്ലറയിൽ ഒരു 5 മിനിറ്റ് പോലും പ്രയർ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞു, വീട്ടിൽ വന്ന് കഴിഞ്ഞു. അതും 5 മിനിറ്റ് പോലും ഇല്ലായിരുന്നു. ഇത് ആ സമയത്തിന് കഴിഞ്ഞാണ്. പിന്നെ വന്നതാണ് ഓരോ സമയത്തിനല്ലേ ആൾക്കാർ, സഹപ്രവർത്തകർ വന്നു, കുടുംബക്കാർ വന്നു. അവരോടൊക്കെ എനിക്ക് വേണമെങ്കിൽ ഓടിച്ചെന്ന് ഗ്ലിസറിനോ കണ്ണിൽ ഇതിട്ട് കരഞ്ഞുകൊണ്ടിരിക്കാം. മീഡിയ മുഴുവൻ വന്നല്ലേ. ഞാനായിട്ടാണ് ബിഹേവ് ചെയ്തത്. ഇപ്പം ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഞാൻ രേണുസുതി തന്നെയാണ്. അല്ല അതിനകത്തൊരു മറ ഇട്ടിട്ടല്ല ഞാൻ ചെയ്യണത്. പിടികിട്ടിയോ? എനിക്കിപ്പം വേണേൽ കരഞ്ഞു. അന്ന് തന്നെയാണ് എൻ്റെ ഒരു ആൽബം റിലീസിങ് ചെയ്യുന്നത്, വർക്ക്. അപ്പം അതൊക്കെ എനിക്ക് പറയണം. പ്ലാറ്റ്ഫോം അത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ആ ഡയറക്ടറും പ്രൊഡ്യൂസറും പറഞ്ഞാൽ എനിക്കത് പറഞ്ഞേ പറ്റത്തുള്ളൂ. അവിടെ അന്ന് പറഞ്ഞ ചേട്ടൻ്റെ മരണ ദിവസം 2ാം വർഷം അത് കഴിഞ്ഞു. അതിൻ്റെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ പോകുമ്പോഴാണ് അവിടുന്ന് ആരോ പറഞ്ഞു പ്രതീഷിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒന്ന് ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞു. അത് ഋതപ്പന് വേണ്ടിയിട്ടില്ല, ഋതപ്പനേക്കാൾ ഇളയ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ഡാൻസ് അലിനോട് പറഞ്ഞു. അലിനോടാണ് പറഞ്ഞത്, അത് ഞങ്ങളാരും പറഞ്ഞതല്ല. ഈ ചടങ്ങിനെല്ലാം അല്ല, ഞാൻ പറയട്ടെ, ആംഗ്ലിക്കൻ ചർച്ചിന്റെ ഒരു രീതിയിലാണ് സൂചന അടക്കിയത്. അപ്പം ഈ കത്തോലിക്കരുടെ മറ്റുള്ള പള്ളികൾ തന്നെ പലവിധ സമുദായം ഒരുപാടുണ്ടല്ലോ ഞങ്ങളുടെ ക്രിസ്ത്യൻസിൽ തന്നെ. അപ്പം ഈ ഒരു ആംഗ്ലിക്കൻ ചർച്ചിന്റെ രീതി അനുസരിച്ച് അവിടെ വേറെ പ്രത്യേകിച്ച് ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിടികിട്ടിയോ? അപ്പം അത് കഴിഞ്ഞ പിന്നെ അത് കഴിഞ്ഞു, ആ ചടങ്ങ് കഴിഞ്ഞു. അതിന് ശേഷമാണ് അലിൻ ജോസിനോട് ഞാനല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ അലിനെ ഒരു ഡാൻസ് കളിച്ചത്, അത് ഞാൻ പറഞ്ഞ ഞാൻ തെറ്റായിട്ട് തന്നെ അംഗീകരിക്കുന്നു. ചടങ്ങിനെല്ലാം ശേഷം ഇതെല്ലാം കഴിഞ്ഞു, പോകാൻ നേരത്ത് ഇറങ്ങാൻ നേരത്ത് പ്രതീക്ഷിന്റെ കുഞ്ഞിന് വേണ്ടി ഡാൻസ് കളിച്ചു. ഞാൻ നിന്നു. ഞാൻ ചോദിക്കുന്നതല്ല, ഇവിടെ ആളുകൾ ദേഷ്യപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെന്തോ ആയിക്കോട്ടെ. ഇപ്പം നമ്മുടെ വീട്ടിലൊരു മരണവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് പടക്കം ഇരിക്കുന്നുണ്ട് അടുത്ത വീട്ടിൽ, അത് എല്ലാവർക്കും കൂടെ ആയിട്ട് പൊട്ടിക്കാന്ന് നമ്മൾ ഒരു ചടങ്ങ് മരിച്ച ചടങ്ങ് കഴിഞ്ഞൊരു വീടാണ്, ഇങ്ങനെ പറയാനുള്ളൊരു ബോധം നമുക്കുണ്ട്. ഫ്രണ്ടിൽ അലൻ ജോസ് ഡാൻസ് കളിക്കുന്നത് വാസ്കോ ഡഗാമ എന്നിട്ട് പാട്ടുമാടി ഡാൻസ്. അപ്പൊ ഞാൻ പറയട്ടെ, അപ്പൊ ജസ്റ്റ് രേണുവിന് പറയാനൊരു ഓപ്ഷൻ ഉണ്ട് മോനെ. എന്റേതായിട്ടുള്ള എന്താ ശരി അതിനകത്തുണ്ട്. ഞാൻ എന്റേതായിട്ടുള്ള ശരിയാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഡാൻസ് കളിച്ചോളാൻ പറഞ്ഞതോ? അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞത് ആ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷമാണ്. ചടങ്ങാണ് ഇവിടെ വിഷയം. ഇതൊരു ഓർമ്മ ദിവസമല്ലേ ചെയ്യുന്നത്. ഇത് ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ എന്താ പറയുക നമ്മുടെ തീരുമാനങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇത്രയാണ്, ഈ ആളുകളുടെ ചീത്ത വിളിക്ക് കാരണം ഒരു ഓർമ്മ ദിവസം. ഇത് ഇപ്പൊ വീടിന്റെ വാർഷികമാണെങ്കിൽ അവിടെ കയറി താമസിച്ചതിന്റെ വാർഷികമാണെങ്കിൽ പിന്നെ ഓക്കെ, എല്ലാവരും നമുക്ക് എന്തും കാണിക്കാം അവിടെ സന്തോഷമായിട്ടുള്ള മൊമെന്റുകൾ. ഇത് മരിച്ച ഓർമ്മ ദിവസത്തിൽ എല്ലാവരും മരിച്ച് നല്ല രേണു തന്നെ നേരത്തെ പറഞ്ഞു
അവിടെ ആ ചടങ്ങിലേക്ക് ഒരാളെ വിളിച്ചത് എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. അത് അബദ്ധം പറ്റിപ്പോയാന്നൊരു തിരിച്ചറിവ് രേണുവിനുണ്ട്. ഇല്ല, അബദ്ധം പറ്റിപ്പോയെന്ന് ഞാൻ പറഞ്ഞില്ല. നേരത്തെ പറഞ്ഞില്ലേ, അറിയാണ്ട് ഞാൻ പറഞ്ഞു പോയി ആ വെള്ള അത് ഞാനോർത്ത് ഈ ചടങ്ങ് തലേന്ന് ശരി അത് അബദ്ധം പറ്റിയത്. ഇത് പക്ഷെ അബദ്ധം ആ തിരിച്ചറിവ് രേണുവിനുണ്ട്. അത് സത്യമായിട്ടും ആ ദിവസമാണ്, അതായത് അബദ്ധം പറ്റിയ ദിവസം എന്ന് പറയപ്പെടുന്നതാണ് ഈ ഓർമ്മ ദിവസം. ആ ചടങ്ങ് കഴിഞ്ഞ് പോകുമ്പോഴാണ് അവിടെ മുറ്റത്ത് ഒരാൾ ആഘോഷിച്ച് ഡാൻസ് ഞാൻ ചെന്ന് ഡാൻസ് കളിച്ചാൽ അത് ഞാൻ തെറ്റാണ് കാണിക്കുന്നത്. പറയാലോ മോനേടാ, അത് ചെയ്യല്ലേ, ഇത് ഒരു ഓർമ്മ ദിവസം കഴിഞ്ഞ മൊമെന്റ് അല്ലേടാ. ശ്രീ ഞാൻ പറയട്ടെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ ഇറങ്ങുമ്പോഴാണ് ഈ സംഭവം. ഇവര് ഇറങ്ങി പോകുവാണ്. അപ്പോഴാണ് അവിടെ നിന്ന് ഒരു ആള് ചോദിച്ചു ആരാണെന്ന്, എനിക്ക് മീഡിയ എന്നാണോ ആരാണെന്ന് അറിയില്ല, ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഡാൻസ് ഋതപ്പിന് വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞേനെ ഓക്കെ, സുധിച്ചേട്ടന്റെ മോന് വേണ്ടിയിട്ടാ ഡാൻസ്. ഞാൻ പറഞ്ഞു വേണ്ട, കുഞ്ഞല്ലേ, അല്ല കുഞ്ഞല്ലേ, ആ കുഞ്ഞിന് വേണ്ടിട്ട് അവര് കുഞ്ഞു കൊച്ചല്ലേ, ആ കുട്ടിക്ക് വേണ്ടി ഡാൻസ് കളിക്കാൻ വേണ്ടി കളിച്ചു. ഞാനിങ്ങനെ നിന്നു, എനിക്കത് തെറ്റായിട്ട് തോന്നുന്നില്ല ശ്രീ. പക്ഷെ രേണു ഒന്ന് ആലോചിച്ചു, ഇപ്പൊ ആ കുഞ്ഞിന് വേണ്ടിട്ട് പറയണ് എല്ലാരും വന്ന് ഷർട്ടൊക്കെ ഊരിവിടാൻ, ഷർട്ടൊക്കെ കിടക്കി ഡാൻസ് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണോ? അത് തന്നെയല്ലേ ഇപ്പൊ അവിടെ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, ആ ചടങ്ങിന്റെ ഇടയ്ക്ക് ചെയ്താൽ അത് തെറ്റാണ്. ചടങ്ങിന്റെ അകത്ത് ഇത് കഴിഞ്ഞു, എല്ലാരും അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയല്ലേ നമ്മൾ നോക്കണ്ടേ. ഓക്കെ, ഞാൻ ചോദിച്ചതാണ്, കാരണം പലരും പല രീതിയിൽ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർക്കൊന്നും ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് ചർച്ചിന്റെ രീതി അനുസരിച്ച് ആ ചടങ്ങ് കഴിഞ്ഞു. പിന്നെ അത് എന്താ പറയാ, അത് ഓരോരുത്തർക്കും ഓരോ രീതിയാ ശ്രീയെ. അപ്പൊ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഇവര് പോയപ്പോഴാണ് പറയുന്നത്. അപ്പൊ അതിനു മുന്നേ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, എന്റെ ഓരോരോ സിനിമയെ പറ്റി സംസാരിച്ചു, പല പല കാര്യങ്ങൾ. ലാസ്റ്റാണ് ഇത് വന്നേ. ആയിപ്പോയി. പക്ഷെ ഇത് മാത്രമാണ് നെഗറ്റീവ് ആയത്, ബാക്കി എല്ലാം അവിടുത്തെ ചടങ്ങുകൾ. കാരണം ഇപ്പൊ ഈ പറയുന്ന പോലെ രേണുവിന്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ശരിയാണ്, എല്ലാ ചടങ്ങും ഒരു കൊച്ചിന് വേണ്ടിയിട്ടാണ് ആ ഡാൻസ് കളിച്ചത്, ഒരു കുഞ്ഞു കൊച്ചിന് വേണ്ടിയിട്ട്. ആ കൊച്ചിന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ചെറുതല്ല, വലുതാണ്. പക്ഷെ ചിലപ്പോ അവിടെ ഒരു വാക്ക് ചിലപ്പോൾ ഞാനത് ഇപ്പൊ വേണോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നല്ലതായേനെ. ഒരിക്കലും ഇതൊരു തർക്കമല്ല, രേണു പറയുന്നത് രേണുവിന്റെ ശരിയാണ്. ഞാൻ പറയുന്നത് ചീത്ത വിളിക്കുന്ന പബ്ലിക്കിനോടാണ് ഞാൻ പറയുന്നത്. ഇത് ഇപ്പൊ രേണുവിന്റെ വാദം രേണു കറക്റ്റായിട്ട് പറഞ്ഞു, അത് ഇതാണ് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഓക്കെ, അതന്ന് ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഉണ്ടായത്. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പം ഇങ്ങനത്തെ ഇവിടെയാണ് തെറ്റിദ്ധാരണകൾ ചെറുതായി ആളുകൾക്ക് വരുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് എവിടേക്കോ ഇതെല്ലാം ഇനി മാറ്റി വെക്ക്. ഓക്കെ, ഇതെല്ലാം എന്നോട് വെച്ച് ഇനി കാണാം. ഇതെല്ലാം മുമ്പോട്ട് നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. ഒരിക്കലും ചിന്തിച്ചിട്ടും കൂടിയില്ല.